Morning all. Okay, കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയിരുന്നോ? നമ്മളെ ട്രേഡ് യൂണിയൻ അതിന്റെ എന്താണ് ഇനി റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻ അല്ലെ, അത് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? അല്ലേ വായിച്ചു നോക്കാറുണ്ടോ? പരമാവധി വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കണോട്ടോ. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് യൂണിയനിൽ അംഗങ്ങളാവാനായിട്ട് എന്തൊക്കെ കാരണം കൊണ്ടാണെന്ന് കണ്ടു. ഒബ്ജക്റ്റീവ്സ് യൂണിയന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും യൂണിയനിൽ അംഗത്വം സ്വീകരിച്ചാൽ ഉണ്ടായിരിക്കാവുന്ന കുറെ നേട്ടങ്ങളെ കുറിച്ചിട്ടൊക്കെ പ്രധാനമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? റോൾ ആൻഡ് ഫങ്ഷൻ ഓഫ് ട്രേഡ് യൂണിയൻ. എന്തൊക്കെയാണ് ട്രേഡ് യൂണിയന്റെ പങ്ക് അല്ലെ? ഇവിടെ നമ്മള് മെമ്പർഷിപ്പ് എടുത്ത് എംപ്ലോയീസ് ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് അവര് പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് അല്ലെ. അവിടെ അപ്പോൾ നമ്മള് എന്താണ് പലതരത്തിലുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും എന്താണ് അവരുടെ ആ ഒരു ഉദ്ദേശം അനുസരിച്ചിട്ട് തന്നെ എന്താണ് അവർക്ക് അംഗങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് അവർ വീണ്ടും അല്ലെ ഒരു ഇലക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു യൂണിയൻ നേതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്താണ് പ്രധാനമായിട്ടും ഇലക്ഷൻ കാര്യങ്ങളിലൊക്കെ നിർവഹിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ, അതായത് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് യൂണിയൻ നേതാക്കൾ എന്തൊക്കെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്തു കൊടുത്താൽ മാത്രമാണ് അവർക്ക് വീണ്ടും ആ യൂണിയനിൽ മെമ്പർഷിപ്പ് ഇട്ട് പ്രവർത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും എംപ്ലോയി തയ്യാറാവുള്ളൂ. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ യൂണിയൻ നേതാക്കളുടെയൊക്കെ പ്രത്യേകത ഒരു ചെറിയ സ്വാധീനം അല്ലെ, അത് സമൂഹത്തിലും കൂടി കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും യൂണിയൻ നേതാക്കളൊക്കെ പരിശ്രമിക്കുക. സോ അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റും കൂടി അവർ ശ്രമിക്കും എന്നുള്ളത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. സോ എന്താണ് ഇതിന്റെ ആ ഒരു ട്രേഡ് യൂണിയൻ ആ ഒരു ഇൻഡസ്ട്രി, അതായത് തൊഴിലുടമയോട് ചേർന്നിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് വേർഡ് മിൽറ്റന്റെ ഫങ്ഷൻസ്. എന്താണ് മിൽറ്റന്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മള് നെഗോഷിയേഷൻ ഒക്കെ അല്ലെ, ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് ചിലപ്പോൾ വേണമെങ്കിൽ കാര്യങ്ങളൊന്നും നേടാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്ക് ആകുമ്പോൾ അവര് സ്ട്രൈക്കും ലോക്കൗട്ടൊക്കെ നടത്തും അല്ലെ. യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിലായിരിക്കും ഇത്തരത്തിലുള്ള സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. It refers to various activities that are undertaken by trade unions for their members, better economic future and conducive working conditions in their employment. അവിടെ തൊഴിലാളികളുടെ സാമ്പത്തികപരമായിട്ടുള്ള ഭാവി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നല്ല അന്തരീക്ഷം അല്ലെ, അവരെ തൊഴിൽ ചെയ്യാനായിട്ടുള്ള നല്ല ഒരു അന്തരീക്ഷം, വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ കൈകാര്യം ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് അവിടെ നടപ്പാക്കുമെന്നുള്ളതാണ്. സച്ച് ആക്ടിവിറ്റീസ് ഹാവ് ദ ഫോളോയിങ് മെയിൻ എയിംസ്. തീർച്ചയായിട്ടും
ഈ ആക്ടിവിറ്റീസുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണോ? ടു എൻഷുർ ഇൻക്രീസ്ഡ് വേജസ് ആൻഡ് ബെറ്റർ വർക്ക് പ്ലേസ് കണ്ടീഷൻസ്. പ്രധാനമായിട്ടും തൊഴിലാളികളുടെ സാലറി അല്ലെ, വേതനം, അവർ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ള കൂലി ഇൻ കേസ് അവർക്ക് ലഭ്യമല്ല എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേടി കൊടുക്കാനായിട്ട്, അതോടൊപ്പം തന്നെ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ. നമ്മുടെ വർക്ക് പ്ലേസ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, ഭയങ്കര മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓരോ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് നടപടികളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നു. അതല്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള പ്ലേസുകളിലൊക്കെ വർക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ തൊഴിലാളികളെ സംബന്ധിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഒരു അല്ലെ കൂളിംഗ് സൗകര്യം കൂടി അവർക്ക് പ്രദാനം ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ അവര് വളരെ റിസ്ക് എടുത്തിട്ടായിരിക്കും അവർ തൊഴിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ അല്ലെ കഷ്ടപ്പെടേണ്ടി വരുന്നത്. സോ അത്തരത്തിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ നല്ല സുഗമമായിട്ട് തൊഴിൽ ചെയ്യാനായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ പ്രദാനം ചെയ്യുന്നതിന് യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ പരിശ്രമിക്കും എന്നുള്ളതാണ്. സെക്കൻഡ് വൺ പറയുന്നു ടു ഇൻക്രീസ് ദ സ്റ്റാറ്റർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ ഇൻഡസ്ട്രി. ഓക്കെ, നമുക്കറിയാം അവരുടെ ആ ഒരു വ്യവസായത്തിൽ അവരെ എന്താണ് അവരുടെ സ്റ്റാറ്റസ് അല്ലെ അത് കീപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളെല്ലാം ചെയ്യും. നമുക്കറിയാം അടിമകളെ പോലെ പണിയെടുപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എംപ്ലോയി ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കില്ല. സോ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാനും യൂണിയൻ നേതാക്കൾ പരിശ്രമിക്കും എന്നുള്ളതാണ്. Then to safeguard workers against victimization and injustice. ഓക്കെ, നമുക്കറിയാം തൊഴിലാളികളോട് ചിലപ്പോൾ വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള റിലേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസിനോടൊക്കെ ഒരു വേർതിരിവ് അല്ലെ, ഒരു ഡിസ്ക്രിമിനേഷൻ, അതായത് ഒരു വിക്ടിമൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ വേർതിരിവ്. തീർച്ചയായിട്ടും എന്താണ് അങ്ങനെയൊന്നും വേർതിരിക്കാതെ അവിടെയുള്ള തൊഴിലാളികളെല്ലാം തന്നെ ഒരേപോലെ കൺസിഡർ ചെയ്യാനായിട്ടുള്ള ഒരു പരിഗണന അല്ലെ. ഇൻജസ്റ്റിസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അനീതിപൂർവമായിട്ടുള്ള എന്തെങ്കിലും പെരുമാറ്റങ്ങൾ അല്ലെ, അവരെ കൊണ്ട് തൊഴിലെടുപ്പിച്ചിട്ട് അവർക്ക് മതിയായ വർക്കിംഗ് കണ്ടീഷൻസോ വിശ്രമ സൗകര്യങ്ങളോ അല്ലെങ്കിൽ മതിയായ വേതനോ ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ ചിലർക്കൊക്കെ അവരുടേതായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ അല്ലെ, അവരുടെ ലീവും ചിലപ്പോൾ ആണെങ്കിൽ കട്ടൊന്നും ചെയ്യാതെ തന്നെ ചിലപ്പോൾ കൈകാര്യമൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വേർതിരിവ് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടും തീർച്ചയായിട്ടും യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ പരിശ്രമിക്കും എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് മിലിറ്റന്റെ ഫങ്ഷൻസ് എന്ന് മനസ്സിലായോ? മിലിറ്റന്റെ ഫങ്ഷൻസ് ക്ലിയറാണോ? ക്ലിയറാണോ? ഒന്നുകൂടെയും പറയേണ്ടതുണ്ടോ? ാണ്. അപ്പൊ ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ അവരെന്താണ് വർക്ക് ചെയ്യുന്നവരല്ല, പക്ഷെ ആർക്ക് വേണ്ടിയിട്ട് അവര് സേവനങ്ങൾ ചെയ്യുന്നതാണ്, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സേവനങ്ങൾ അവരുടെ ആക്ടിവിറ്റി കൊണ്ട് നടപ്പാക്കുന്നതാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. രണ്ടാമതായിട്ട് അവര് പറയുന്നത് അല്ലെ, സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഫ്രക്ഷണൽ ഫങ്ഷൻസ്. എന്താണ് ഫ്രക്ഷണൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ മറ്റ് സഹോദര പ്രവർത്തനങ്ങൾ. These are another type of activities which are taken up by these union in order to help its members in enhancing their efficiency and at a time when they are in needed. Okay. In case അവരുടെ അല്ലെ അവരുടെ എഫിഷ്യൻസി എന്നൊക്കെ പറയുമ്പോൾ കാര്യക്ഷമമായിട്ടുള്ള ആ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന അവരുടെ സമയവും എല്ലാം തന്നെ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അവിടെ തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ വിലപ്പെട്ട സമയവും ആരോഗ്യവും നല്ല കഴിവുകളെല്ലാം തന്നെ എന്താണ് അവിടെ കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ആ ഓർഗനൈസേഷന് അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പറ്റുന്നത് അല്ലെ. These unions make efforts to promote cooperation and enhance coordinated relations among industries. Okay, നമുക്കറിയാം ഇങ്ങനെ വ്യത്യസ്ത തരത്തില് അവിടെയുള്ള മെമ്പേഴ്സ് ഒക്കെ നല്ല കാര്യക്ഷമമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവരെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുക അല്ലെ, അത് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹകരണത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതും അത് തന്നെയാണ് യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിലാണ്. They also impart education and culture to their members. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. ചിലപ്പോൾ ചില ഒരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യും, അല്ലെങ്കിൽ പുതിയ പുതിയ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ അല്ലെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാണെങ്കിൽ ചിലപ്പോഴെങ്കിൽ അവരെ സംബന്ധിച്ച് അത് ക്യാച്ച് ചെയ്തെടുക്കുക അല്ലെ, അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെടുക്കാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വർക്കേഴ്സിന് അത് ഒന്ന് കൈകാര്യം ചെയ്തെടുക്കാൻ അല്ലെ, ആ ഒരു ഇപ്പോഴത്തെ വർക്കിനോട് ചേർത്ത് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. സോ അതെന്താണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് അല്ലെ സച്ച് ഫങ്ഷൻസ് ഇൻവോൾവ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. നമുക്ക് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന്
അണ്ടർടേക്കിംഗ് മോട്ടിവേഷണൽ വെൽഫെയർ മെഷേഴ്സ് അല്ലെ, അവിടെ തൊഴിലാളികളുടെ നല്ല പ്രചോദനം കാഴ്ചവെക്കുക, അതായത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുക. മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് പ്രചോദിപ്പിക്കുക അല്ലെ, അവരെ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള സാലറി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻ കേസ് അവര് ഓവർ ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും എന്താണ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവർക്ക് കൈകാര്യം ചെയ്തെടുക്കാനായിട്ടുള്ള ശ്രമം അവർ ലഭ്യമാക്കും. ഓക്കെ, അതേപോലെ തന്നെ ബൂസ്റ്റിംഗ് സെൽഫ് കോൺഫിഡൻസ് ഓഫ് വർക്കേഴ്സ്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പുതിയ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കുറവായിരിക്കും അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള അവർ ട്രെയിനിങ് പരിപാടികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോഗ്രാംസുകൾ അല്ലെ, ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കണമെന്ന് തീർച്ചയായിട്ടും മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയിക്ക് ആവശ്യമായിട്ടുള്ള അത്തരത്തിലുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, അവർക്ക് ഡ്യൂട്ടി ചെയ്യാനായിട്ട് കോൺഫിഡൻസ് കിട്ടും ഇല്ലേ, കിട്ടില്ലേ. കുറച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളാണെങ്കിലും പഠിച്ചെടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കും. പക്ഷെ അതിനുള്ള അവസരം ഉണ്ടാവണം അല്ലെ, വേണ്ടി വരില്ലേ, അങ്ങനെ ഒരു അവസരം വേണ്ടി വരില്ലേ. അപ്പൊ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആരായിരിക്കും, യൂണിയന്റെ നേതൃത്വത്തിലായിരിക്കും മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഞാൻ അപ്രീസിയേറ്റിംഗ് ഡിസിപ്ലിൻ ആൻഡ് സിൻസിയറിറ്റി ഓഫ് എംപ്ലോയീസ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഡിസിപ്ലിൻ അച്ചടക്ക നടപടികളൊക്കെ നമുക്കറിയാം. ചില വ്യക്തികളൊക്കെ അല്ലെ വ്യത്യസ്ത എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ വ്യക്തികളും വർക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ രീതി അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആകെ അലങ്കോലായിരിക്കും അല്ലെ. അപ്പൊ ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ്, തീർച്ചയായിട്ടും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഒരേ പരിഗണന കിട്ടും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ അച്ചടക്കത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ മാത്രമല്ല നമുക്കറിയാം നമ്മൾക്ക് അല്ലെ അവിടെ എംപ്ലോയിക്ക് ആവശ്യമായിട്ടുള്ള പരിഗണനകളൊക്കെ ലഭിക്കുമ്പോൾ എന്താണ് എംപ്ലോയിയുടെ ആത്മാർത്ഥത തീർച്ചയായിട്ടും ആ ഓർഗനൈസേഷനിൽ ലഭിക്കും. അപ്പൊ ആ ഒരു സിൻസിയറിറ്റി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം എന്താണ് യൂണിയന്റെ നേതൃത്വത്തിലൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഫോർത്ത് പോയിന്റ് പറയുന്നത് ക്രിയേറ്റിംഗ് ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, തൊഴിലാളികൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്താണ് പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കും അല്ലെ. മേൽത്തട്ടില് ടോപ്പ് ലെവലിലൊക്കെ എന്തെങ്കിലും വേക്കൻസികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസിലുള്ള പേഴ്സൺസ് അല്ലെ അവിടെയുള്ള എംപ്ലോയീസ് അത് ആഗ്രഹിക്കില്ലേ, ആഗ്രഹിക്കോ? മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെ കുറെ ഒരു തീയതി ചാപ്റ്റർ പോകും. അങ്ങനെ ആഗ്രഹിക്കില്ലേ മേൽത്തരത്തിലൊക്കെ അല്ലെ ടോപ്പ് ലെവലിലൊക്കെ വേക്കൻസികളൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെ. ചിലപ്പോൾ വോളണ്ടറി റിട്ടയർമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ടൈമായതുകൊണ്ട് റിട്ടയർ ചെയ്ത് പോകുന്നതായിരിക്കാം. എനിവേ മേൽത്തട്ടില് വേക്കൻസികളൊക്കെ വരുമ്പോൾ താഴെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കും, പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കും ഇല്ലേ, ആഗ്രഹിക്കില്ലേ? പറയുന്നതൊക്കെ അല്ലേ. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഒരു വേർതിരിവ് ചില മെമ്പേഴ്സിനോടൊക്കെ കാണിക്കും. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ എക്സ്പീരിയൻസ് അല്ലെ, എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഞാനൊരു എംപ്ലോയി ആണ്, ഞാൻ ഇത്രയും നാളായിരുന്നു, അപ്പൊ ആ വേക്കൻസിയിൽ എനിക്ക് കൃത്യമായിട്ട് അല്ലെ അലാവുള്ളതാണ്, അപ്പൊ എനിക്ക് കയറി പറ്റാനായിട്ട് അല്ലെ ആ എംപ്ലോയി തീർച്ചയായിട്ടും യൂണിയനെ ബോധ്യപ്പെടുത്തിയ യൂണിയന്റെ ശുപാർശയോട് കൂടി തന്നെ അവർക്ക് ആ ഒരു പ്രൊമോഷൻ സാധ്യതയൊക്കെ ലഭ്യമാക്കി കൊടുക്കുന്നതും ഇതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ യൂണിയൻ ഉണ്ടെങ്കിലൊക്കെയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ചിലപ്പോ നേരിട്ട് എംപ്ലോയറിനെ ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. സോ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവർക്ക് ഒന്നും ചെയ്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് നിർവാഹമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊമോഷനൊക്കെ ലഭ്യമാക്കി കൊടുക്കും. ക്രിയേറ്റീവ് ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി അവരുടെ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ. ഒരു ടോപ്പ് ലെവലിലേക്കൊക്കെ അവരെ പ്രൊമോഷൻ ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും അവര് അല്ലെ അവരുടെ കഴിവുകളൊക്കെ വികസിച്ചുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് പ്രൊട്ടക്ടിങ് ഫീമെയിൽ എംപ്ലോയീസ് ഫ്രം ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഏതൊക്കെ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാവാം ഒരു തൊഴിലിടത്തില്, പ്രത്യേകിച്ച് ഫീമെയിൽസിനൊക്കെ ആണെങ്കിൽ അല്ലെ. ഇപ്പൊ നമുക്കറിയാം അതൊന്നും നടപ്പാക്കുന്ന കാര്യമൊന്നല്ല അല്ലെ. ഫീമെയിലും മെയിലൊക്കെ ഒരേപോലെ തന്നെ പരിഗണനയോടുകൂടിയാണ് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് തീർച്ചയായിട്ടും ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് യൂണിയന്റെ നേതൃത്വത്തിലാണ് അങ്ങനെയുള്ള ഫീമെയിൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു വേർതിരിവോ അതിന് വേണ്ടിയിട്ട് യൂണിയന്റെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല.
നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും തുല്യമായിട്ട് തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, എങ്കിൽ കൂടി മനസ്സിലാക്കാം പലതരത്തിലും യൂണിയനുകൾ എംപ്ലോയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഫ്രറ്റേണൽ ഫങ്ഷൻസ്. ഓക്കെ, വേജസ് വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ അത് മാത്രമല്ല പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനോ പ്രൊമോഷൻ ഒക്കെ ലഭ്യമാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് ട്രേഡ് യൂണിയനുകൾ എംപ്ലോയ്ക്കൊപ്പം പ്രവർത്തിക്കുന്നു. ഓക്കെ, എന്തൊക്കെയാണ് ഫ്രറ്റേണൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് അവിടെ 3-5 പോയിന്റ് ഉണ്ട്. അണ്ടർടേക്കിംഗ്, മോട്ടിവേഷൻ, വെൽഫെയർ മെഷേഴ്സ്, ബൂസ്റ്റിംഗ് സെൽഫ് കോൺഫിഡൻസ് ഓഫ് വർക്കേഴ്സ്, appreciating discipline and sincerity of employees, creating growth and promotion opportunities. Then last one are protecting female employees from discrimination. Okay, no. Yeah. Okay. Now, next point like political functions. എന്താണ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ് അല്ലെ? രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാക്കി തരുന്നതുകൊണ്ട് these functions relate to the association of the trade union with the political party and helping the political party by bringing more members to it. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്വാധീനം വലിയ വലിയ കമ്പനികളാണെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഇച്ചിരി കൂടുതലാണ് അല്ലെ? രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് അതിന്റെ ഒരു രാഷ്ട്രീയാവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ട് ഗവൺമെന്റിന്റെ കൂടി ഒരു സപ്പോർട്ട് ലഭ്യമാകുമെന്നുള്ള കണ്ടീഷനിൽ തന്നെ എന്താണ് മെമ്പേഴ്സ് കൂടുതൽ അത്തരത്തിലുള്ള പാർട്ടികളെ ഇൻവോൾവ് ആവും അല്ലെ? അതിന് വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ശ്രമിക്കും. ഡൊണേഷൻ കളക്ഷൻ ആൻഡ് ടേക്കിംഗ് ദ ഹെൽപ്പ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഡ്യൂറിംഗ് സ്ട്രൈക്സ് ആൻഡ് ലോക്കൌട്ട്സ് ആർ ഓൾസോ ദ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻസ്. ഓക്കെ, നമുക്കറിയാം ഈ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ എന്താണ് അവർ കുറെ സംഭാവനകളൊക്കെ അല്ലെ? അവിടെ നിന്നൊക്കെ സംഭാവനകളൊക്കെ പിരിച്ച് നമുക്കറിയാം ചില എന്തെങ്കിലും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഏറ്റുകുത്ത് പണികൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കറിയാം അതിനൊരു ഫണ്ട് വേണം അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ഫണ്ടുകളെല്ലാം അവര് പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ സംഭാവന ചെയ്യും. ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള സംഭാവനകളെല്ലാം കളക്ട് ചെയ്യും. പൊളിറ്റിക്കൽ ഫങ്ഷൻസ് അവിടെ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് എടുത്ത് പറയുന്നുണ്ട്. First one, influencing government policy decisions towards the interest and welfare of workers. Okay, policy, government influencing government policy decision towards the interest and welfare of workers. നമുക്കറിയാം യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവിടെ വർക്കേഴ്സിന് കുറച്ച് കാര്യങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ടതുണ്ടെങ്കിൽ അവര് ഗവൺമെന്റിനെ അല്ലെ ഇന്ന പോളിസികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യാനായിട്ട് ഗവൺമെന്റ് തയ്യാറാവണം അല്ലെ? ഇൻഡസ്ട്രിയിൽ ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ ആക്ടുകളോ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കമ്പനികളും അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് മിക്കവാറും എംപ്ലോയിക്ക് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങളായിരിക്കും അല്ലെ? അങ്ങനെ അനുകൂലമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് യൂണിയൻ നേതാക്കളെല്ലാം ഗവൺമെന്റിനെ സ്വാധീനിക്കും അല്ലെ? ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഗവൺമെന്റിനെ ബോധ്യപ്പെടുന്നു. അതുകൊണ്ടാണ് പറയുന്നത് influencing government policy decision towards the interest and welfare of workers. വർക്കേഴ്സിന്റെ ആഗ്രഹങ്ങൾ അല്ലെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിനെ പ്രചോദിപ്പിക്കാനായിട്ട് യൂണിയൻ നേതാക്കൾ തയ്യാറാവുമെന്നുള്ളതാണ്. Second one, contribution in the formulation of the policies as well as their implementation is the duty of a trade union. തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള സംഭാവനകളുണ്ട് അല്ലെ? ട്രേഡ് യൂണിയൻ നന്നായിട്ട് പഠിച്ചിട്ട് അല്ലെ എംപ്ലോയീസിൽ നിന്ന് അവരെ ഓരോ ഇവിടെയുള്ള വർക്കേഴ്സ് അവരുടേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. അപ്പൊ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നത് അല്ലെ? മിക്കവാറും നമുക്കറിയാം ചില റൂൾസുകളൊക്കെ കൊണ്ടുവരുന്നത് അവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്റ്റഡിയുടെ വെളിച്ചത്തിൽ അല്ലെ? ഇന്ത്യ നേതാക്കളൊക്കെ കുറെ കാര്യങ്ങൾ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിക്കും. ഇന്ന കാര്യങ്ങൾ ഇന്ന ടൈമിൽ അവർ വർക്ക് ചെയ്യുന്നു, ഇന്ന സാവധിയാണ് അവർക്ക് ലഭ്യമാകുന്നത്, അതിൽ വെരിഫിക്കേഷൻ വേണം അല്ലെ? മിക്കവാറും ചർച്ചകളൊക്കെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ കൊണ്ടുവരും. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു തീരുമാനങ്ങൾ അല്ലെ ആ ചർച്ചയിലൂടെ തന്നെ ഗവൺമെന്റിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. In many countries, unions are greatly interested in the political process of the government and like to participate in it actively. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ? മിക്കവാറും കൺട്രികളിലെല്ലാം രാഷ്ട്രീയ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ?
രാഷ്ട്രീയ തലവന്മാരെ എന്താണ് കയറിയിരിക്കുന്നത് അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് മിക്കവാറും കാര്യങ്ങളൊക്കെ നടപ്പാറുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് എംപ്ലോയിക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഏതൊരു യൂണിയൻ നേതാക്കളും അവരെ ആവശ്യങ്ങളായിട്ട് ഉന്നയിക്കുന്നത്. The status of economic and social development decides what would be the type and the extent of the participation of the unions in the political process of the government. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം സാമ്പത്തികപരമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെ, അവിടെ സാമ്പത്തികമായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ സാമൂഹികപരമായിട്ട് അല്ലെ സമൂഹത്തിൽ ഉന്നമനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് എംപ്ലോയിക്ക് ഏതൊരു രാജ്യത്തും അത് അവിടെ എന്താണ് ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അല്ലെ ആ ഒരു എന്താണ് നമ്മുടെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഒരു ശക്തി ഉണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ അത് സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 2-3 കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടത്. ഫസ്റ്റ് വണ് മിലിറ്റന്റ് ഫങ്ഷൻസ്, ഫങ്ഷണൽ ഫങ്ഷൻസ്, തേർഡ് വണ് പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം, മറ്റ് സഹോദര പ്രവർത്തനങ്ങൾ, എന്താണ് മിലിറ്റന്റ് ഫങ്ഷൻസ് അംഗങ്ങൾക്ക് മെച്ചപ്പെട്ടതാകാനായിട്ട് വെൽഫെയർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനം. ക്ലിയർ ആണോ? തേർഡ് വൺ നിങ്ങൾ 3 വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകള് അല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാ. മിലിറ്റന്റ് ഫങ്ഷൻസിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, ഞാൻ ഫങ്ഷൻസും ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ പെടാത്തത് ഏത് പെടുന്നത് ഏതെന്നൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നോട്ട് ചെയ്ത് പോവാ. ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ ഹെഡിങ്സ് ഫസ്റ്റ് ആയിട്ട് നോട്ട് വയ്ക്കുക. മിലിറ്റന്റ് ഫങ്ഷൻസ്, ഫ്രക്ചറൽ ഫങ്ഷൻസ്, പൊളിറ്റിക്കൽ ഫങ്ഷൻസ്. ലാസ്റ്റ് വൺ പറയുന്നതാണ് ആൻസിലിയറി ഫങ്ഷൻസ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. എന്താണ് ancillary functions നോക്കാം. Nowadays, union have acquired representative functions other than their usual functions. ഓക്കെ, നമുക്കറിയാം ഇപ്പോ യൂണിയന്റെ നേതൃത്വത്തിൽ അവരുടെ എന്തെങ്കിലും റെപ്രസെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ അപ്പുറം സാധാരണ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽപ്പെടുന്നുണ്ട്. Some of trade unions are trying to enhance the area of their service in order to create value in the eye of their members. അല്ലെ, അവിടെ തീർച്ചയായിട്ടും ഈ ഒരു യൂണിയന്റെ നേതാക്കൾ പ്രധാനമായിട്ട് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിന്നിട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അല്ലെ, അവരുടെ കണ്ണില് നല്ലൊരു വാല്യൂ, നല്ലൊരു മൂല്യം അല്ലെ, അത് പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയാവുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാം ആ ഒരു പൊളിറ്റിക്കൽ രീതിയിലേക്ക് തന്നെ നമുക്ക് പോകാനായിട്ട് അല്ലെ, ജനാധിപത്യ രീതിയിൽ നമുക്ക് ഒരു സ്ഥാനം നേടിയെടുക്കാനും കൂടിയുള്ള ഒരു വാല്യൂ അല്ലെ, ആ ഒരു ഡെവലപ്പ് ഐ ഓഫ് ദർ മെമ്പേഴ്സ്, അവരുടെ മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു വാല്യൂ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ എന്താണ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് യൂണിയൻ നേതാക്കൾ ലഭ്യമാക്കാനായിട്ട് ശ്രമിക്കും. വേരിയസ് സർവീസ് പ്രൊവൈഡ് by them include legal and
financial advice as well as how to improve one's skill. Okay. ഓരോ എംപ്ലോയിയുടെയും അവരുടെ എന്താണ് ഫിനാൻഷ്യൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും അതേമാതിരി തന്നെ നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ സേവനങ്ങളൊക്കെ അല്ലെ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാത്തരം ഉപദേശങ്ങളൊക്കെ ഇവരെ പ്രദാനം ചെയ്തു കൊടുക്കും. These new functions of a trade unions are known as ancillary functions. ഇത്തരത്തിലുള്ള പുതിയ പുതിയ അല്ലെ എന്താണോ അവരുടെ മുമ്പിൽ എംപ്ലോയിയുടെ കാഴ്ചപ്പാടില് എന്തിനാണോ മൂല്യങ്ങൾ ഉള്ളത് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള പുതിയ പുതിയ അല്ലെ ദീസ് ന്യൂ ഫങ്ഷൻസ് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ancillary functions എന്ന് പറയുന്നത്. It can be categorized under following heads. Okay. അത്തരത്തിലുള്ള പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് കാറ്റഗറൈസ് ചെയ്ത് ഇവിടെ വിവരിക്കുന്നുണ്ട്. ഫസ്റ്റ് കാറ്റഗറിയിൽ പറയുന്നത് വെൽഫെയർ ആക്ടിവിറ്റീസ് ആണ്. ദെൻ സെക്കൻഡ് വൺ ആണ് എഡ്യൂക്കേഷൻ. ദെൻ തേർഡ് വൺ ആണ് പബ്ലിക്കേഷൻ ഓഫ് പീരിയോഡിക്കൽസ്, ന്യൂസ് ലെറ്റേഴ്സ് ഓർ മാഗസിൻസ്. ദെൻ ഫോർത്ത് വൺ റിസർച്ച്. ഓക്കെ. ഇത്തരത്തിലുള്ള പുതിയ പുതിയ പ്രവർത്തനങ്ങൾ അല്ലെ പുതിയ പുതിയ ന്യൂ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് ആ യൂണിയനിലൊക്കെ ഒരു നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ന്യൂ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ആൻസിലറി ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ കാറ്റഗറിയിൽ പെടുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, ആൻസിലറി ഫങ്ഷനിൽ പെടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ് വെൽഫെയർ ആക്ടിവിറ്റീസ്, ദെൻ എഡ്യൂക്കേഷൻ, ദെൻ പബ്ലിക്കേഷൻസ് ഓർ ഓഫ് പീരിയോഡിക്കൽസ്, ന്യൂസ് ലെറ്റേഴ്സ് ഓർ മാഗസീൻ, ദെൻ റിസർച്ച്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ 4 പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. എന്ത് ഫംഗ്ഷനിലാണ് അത് പെടുന്നത്? ന്യൂ അല്ലെ ന്യൂ ഫങ്ഷൻസ്, അതായത് ആൻസിലിയറി ഫങ്ഷൻസ്. വെൽഫെയർ ആക്ടിവിറ്റീസ് ഫസ്റ്റ് വൺ പറയുന്നത് വെൽഫെയർ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ. ദീസ് ആർ വേരിയസ് ടൈപ്സ് ഓഫ് വെൽഫെയർ മെഷേഴ്സ് വിച്ച് ആർ ടേക്കൺ അപ്പ് ബൈ മെനി യൂണിയൻസ്. അല്ലെ ഇത്തരത്തിലുള്ള വെൽഫെയർ പ്രവർത്തനങ്ങളൊക്കെ മിക്കവാറും ഒരുപാട് യൂണിയൻസ് പ്രവർത്തനക്ഷമമാക്കി എല്ലാവർക്കും ലഭ്യമാക്കുന്നതാണ്. ദിസ് ഇൻക്ലൂഡ് പ്രൊവൈഡ്സ് ഹൗസസ്, mutual funds, cooperative stores, culture programs, setting up of cooperative housing societies, banking, and other medical facilities. അതായത് നമ്മള് അല്ലെ അവിടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആയിട്ട് നമ്മള് പഠിച്ചപ്പോൾ ഒരുപാട് ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ പറഞ്ഞു അല്ലെ. ഹൗസ് വെക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെ, ചിലപ്പോ ലോണും സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കുക, മ്യൂച്വൽ ഫണ്ട് അല്ലെ, ഫണ്ട് ഡെപ്പോസിറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് നമുക്കറിയാം കോട്ടേജിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ മിതമായ നിരക്കില് സാധനങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കുക, കൾച്ചറൽ പ്രോഗ്രാംസ് അല്ലെ അവിടെയുള്ള അവരുടെ എംപ്ലോയീസിലേക്ക് അല്ലെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, സെറ്റിംഗ് അപ്പ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സഹകരണത്തോടുള്ള പ്രവർത്തനങ്ങൾ, ബാങ്കിങ് സൗകര്യങ്ങൾ, ആൻഡ് അതർ മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ലെ മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുക. തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെ യൂണിയൻ നേതാക്കൾ ചെയ്തു എന്നുള്ളത് പ്രധാനമായിട്ട് അവരെ കാഴ്ചപ്പാടിൽ വരുത്താനായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള വെൽഫെയർ ആക്ടിവിറ്റീസുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കി എഴുതുക. ഇതാണ് പ്രൊവൈഡിംഗ് ഹൗസസ്, മ്യൂച്വൽ ഫണ്ട്സ്, കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്, കൾച്ചറൽ പ്രോഗ്രാംസ്, സെറ്റിംഗ് അപ്പ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ്, ബാങ്കിങ് ആൻഡ് അതർ മെഡിക്കൽ ഫെസിലിറ്റീസ്. ഓക്കെ അല്ലേ? Welfare activities എന്തൊക്കെയാണുള്ളത്? Okay, then these activities also include training of a women in various crafts and skills which can help them in contributing to their family incomes. Okay, നമുക്കറിയാം കുറച്ച് സമയമൊക്കെ വീട്ടിൽ അല്ലെ ജോലി സ്ഥലങ്ങളിലൊക്കെ ചെലവഴിച്ചതിന് ശേഷം ബാക്കി സമയങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ. ചിലപ്പോ സീസണൽ ആയിട്ടുള്ള ഒരു ജോലിയൊക്കെ ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണല്ലോ അല്ലെ. അവിടെ സീസണൽ ടൈമിന് ശേഷം ചിലപ്പോ ആണെങ്കിൽ അവർക്ക് ഒരു നിശ്ചിത വരുമാനം ലഭ്യമാകും അല്ലെ, കോമ്പൻസേഷൻ ഒക്കെ ലഭ്യമാകും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ കോമ്പൻസേഷനുകളൊക്കെ ശേഷം അവർക്കറിയാം നിശ്ചിത സമയവും അവർക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എന്താണ് അവർക്ക് പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ലഭ്യമാക്കി കൊടുക്കുക. വുമൻസിനൊക്കെ ആണെങ്കിൽ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാനായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അതിൽ നിന്ന് അവരുടെ ഫാമിലി ഇൻകംസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ യൂണിയന്റെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്യുന്നത് അല്ലെ. വേണ്ട ജോലി സമയം കഴിഞ്ഞിട്ടുള്ള സമയം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിയൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. There are certain unions which are quite active in the field of welfare measures such as the Textile Labor Association, അഹമ്മദാബാദ് അല്ലെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ. അതായത്
പഴയ കാലഘട്ടത്തിന്റെ ആ ഒരു കാര്യം അനുസരിച്ചിട്ട് ഇവിടെ നോട്ട് ചെയ്തേക്കുന്നതാണ്. This association is working to organize self-employed women through another setup called self-employed women through another. Sorry, ഈ ഒരു റിപ്പീറ്റേഷൻ ആണ്. ഇതൊന്ന് വെട്ടിക്കളഞ്ഞേരെ. Self-employed women's association, and they have also started banking service for this purpose. ഇത്തരത്തിലുള്ള ഈ ഒരു ക്രാഫ്റ്റ് പരിപാടി അല്ലെ വീട്ടില് ഇരുന്ന് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഒരു സമൂഹമായിട്ട് നിന്നിട്ട് ഹ്യൂമൻസിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടുള്ള ലോണും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അതൊക്കെ യൂണിയന്റെയും കൂടി നേതൃത്വത്തിലാണ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സിലാക്കുക, എന്താണ് യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ അവർക്ക് തൊഴിലാളികൾക്ക് അവരുടെ കാഴ്ചപ്പാടിൽ ഓക്കെ മൂല്യമുള്ള കുറെ സേവനങ്ങളൊക്കെ ലഭ്യമാക്കുന്നുണ്ട് എന്നത് അല്ലെ, അത് ആ കാഴ്ചപ്പാടിലേക്ക് എത്തിപ്പെടാൻ തന്നെ അവർക്കായിട്ട് പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ്. ആ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് കണ്ടു. അതേപോലെ തന്നെ ഇൻകം അല്ലെ, ഒരു അഡീഷണൽ ഇൻകം ഒക്കെ വുമണിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സെൽഫ് എംപ്ലോയ്ഡ് വുമൻസ് അസോസിയേഷനൊക്കെ അവർക്കൊക്കെ ചേർത്ത് അല്ലെ അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ കാര്യങ്ങളൊക്കെ രൂപീകരിച്ച് അവർക്ക് കുറച്ചും കൂടി അല്ലെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലി ഇൻകം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയും ഒരു ചെറിയ അബ്രിവേഷൻ വിടുന്നുണ്ട്, SEWA, എന്താണ് സെൽഫ് എംപ്ലോയ്ഡ് വുമൻസ് അസോസിയേഷൻ. ഓക്കെ, എന്താണ് വെൽഫെയർ ആക്ടിവിറ്റീസ് എന്നുള്ളത് മനസ്സിലായോ? വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെയാണ്. അപ്പോ ആൻസിലറി ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു പുതിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, ന്യൂ ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻസ് ആർ നോൺ ആസ് ആൻസിലറി ഫങ്ഷൻസ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വെൽഫെയർ ആക്ടിവിറ്റീസ്. സെക്കൻഡ് വൺ നമുക്ക് നോക്കാം എഡ്യൂക്കേഷൻ. ഓക്കെ, എന്താണ് വിദ്യാഭ്യാസം എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. വർക്കേഴ്സ് ബിക്കം അവെയർ ഓഫ് ദെയർ എൻവയോൺമെന്റ് ത്രൂ എഡ്യൂക്കേഷൻ. ഓക്കെ, തീർച്ചയായിട്ടും തൊഴിലാളികൾ അവരുടെ ആ ഒരു ചുറ്റുപാട് മനസ്സിലാക്കുന്നത് അല്ലെ അവരുടെ വിദ്യാഭ്യാസത്തിലൂടെ എന്ന് വെച്ചാൽ നാച്ചുറലി അവര് നേടിയെടുക്കുന്ന അറിവിലൂടെയാണ്. Certain attempts are taken in this regard by the unions. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അറിവ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിയന്റെ സഹായം ഉണ്ടാവാറുണ്ട്. യൂണിയൻസ് ലോഞ്ച് various educational programs for employees in order to inform them about the problems and matters of their concern. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികൾ അവർക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും എന്താണ് അവിടെ കൈകാര്യം അതിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. These programs also include such a subjects or topics which can be great help for the workers, such as their rights and responsibility, the participation schemes of workers and grievance redressal mechanism prevalent in their organization. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം വിവിധ ഓർഗനൈസേഷനിൽ വിവിധ തരത്തിലുള്ള ഹസാർഡ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അല്ലെ, അപകടങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ പലർക്കും പല ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റേണ്ടതുണ്ടാവും. അതേപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്നതനുസരിച്ച് കുറെ റൈറ്റ്സ് അല്ലെ അവർക്ക് അവകാശപ്പെട്ട കുറെ കാര്യങ്ങളുണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും ഇത്ര ടൈമിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള പേഴ്സൺസിന് ചില ആനുകൂല്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ടാവാം, അല്ലെങ്കിൽ ഇത്രയും ടൈം വർക്ക് ചെയ്തവർക്ക് ചില ആനുകൂല്യങ്ങൾ ഉണ്ടാവാം അല്ലെ. എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലീവുകൾ അവർക്ക് ലഭ്യമാകേണ്ടതുണ്ടാവും. അങ്ങനെ പലതരത്തില് ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് ചില അറിവുകൾ കൂടി അവർക്ക് ചിലപ്പോൾ ലഭ്യമാകണമെന്നില്ല. തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ പ്രദാനം ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് യൂണിയന്റെ നേതൃത്വത്തിലാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഓക്കെ, ഇന്ന നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും സാലറി നിങ്ങൾ അർഹതപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഓവർ ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാലറി നിങ്ങൾ അർഹതപ്പെട്ടതാണ്, അതല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നത് അല്ലെ അടുപ്പിച്ച് നിങ്ങൾ ഇന്ന ഡ്യൂട്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ലീവ് ലഭ്യമാക്കേണ്ടതുണ്ട് അല്ലെ. പിന്നെ ഒരു ഇയറിൽ ഇത്രയും കമ്പ്യൂട്ടർ ലീവുകൾ ഉണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള അത്തരത്തിലുള്ള ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അവകാശങ്ങൾ അതെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നത് യൂണിയന്റെ നേതൃത്വത്തിലാണ്. When it talks about the education of member workers, it covers all areas of their lives. Okay, അങ്ങനെയുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭ്യമാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അതേ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ
അത് കവർ ചെയ്യുന്നുണ്ട്. ഇറ്റ് വർക്ക്സ് ഫോർ ഇംപ്രൂവിംഗ് ദർ സോഷ്യൽ ലൈഫ്സ്, make them aware about their environment, increase their knowledge, especially regarding issues that are of utmost importance to them, their basic rights and duties, etc. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം ചിലർക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഇന്ന ജോലി സ്ഥലങ്ങളിൽ സേവനം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ എവിടെയെങ്കിലൊക്കെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസുകളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു പക്ഷേ തൊഴിലാളികൾ അറിയണമെന്നില്ല, അല്ലെ? അപ്പൊ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുമുള്ള ജീവിത ദിനചര്യകളിൽ തന്നെ അവർക്ക് ഉണ്ടാകുന്ന ദിനചര്യ മീൻസ് ജീവിതത്തിൽ തന്നെ സമൂഹത്തിൽ തന്നെ അവർക്ക് ഉണ്ടാവുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിവുകളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. The government is also being helped by some certain organizations and executing various schemes related to the education of workers combined. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റിന്റേതായിട്ടുള്ള ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്, അല്ലെ? അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് അവകാശം, അർഹതപ്പെട്ട റൈറ്റ്സ് അത് ലഭ്യമാക്കി കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ അത് കൃത്യമായിട്ട് ലഭ്യമാക്കി കൊടുക്കുന്നത് യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. ഓക്കെയാണോ? വായിച്ചു നോക്കാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, എന്തായാലും നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പബ്ലിക്കേഷൻ ഓഫ് പീരിയോഡിക്കൽസ്, ന്യൂസ് ലെറ്റേഴ്സ് ഓർ മാഗസിൻ. ഓക്കെ, നമുക്ക് മിക്കപ്പോഴും യൂണിയന്റെ അല്ലെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ ആവുമ്പോൾ നമുക്ക് കുറെ ന്യൂസ് ലെറ്ററുകൾ കിട്ടും, അല്ലെ? കുറെ കാര്യങ്ങളൊക്കെ അറിവ് നമുക്ക് ലഭ്യമാകുന്നതിന് ആവശ്യമായിട്ടുള്ള മാഗസീൻസ്, ലെറ്റേഴ്സ്, അല്ലെ? അതുപോലെ തന്നെ തീർച്ചയായിട്ടും തൊഴിലിടത്തിലും അവർക്ക് കൃത്യമായിട്ട് കുറെ അറിവുകൾ പ്രദാനം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. In order to communicate the policies and viewpoints of various important issues to the members, large unions get a newsletter, magazine or a periodical published. തീർച്ചയായിട്ടും വലിയ വലിയ യൂണിയനുകളൊക്കെ ആണെങ്കിൽ അവർക്ക് മാഗസീൻസ് അല്ലെ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ ആയിട്ടുള്ള കുറച്ച് അല്ലെ ഇങ്ങനെയുള്ള മാഗസീനോ ന്യൂസ് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത എന്താണ് ചെറിയ എക്സ്പെൻസ് ഒക്കെ മുടക്കാൻ പറ്റുന്ന മിക്കവാറും നമുക്കറിയാം അവരുടെ പൊളിറ്റിക്കൽ ഡൊണേഷനൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യൂണിയൻ നേതാക്കളൊക്കെ ചെയ്യും. These tools also help them to communicating the personal events such as the birth, death, marriage, promotion and other achievements of members of workers. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ളതില് തീർച്ചയായിട്ടും എന്താണ് എല്ലാവർക്കും അവിടെ എംപ്ലോയിയുടെ ഇടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ യൂണിയൻ, ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ കാഴ്ചപ്പാടിൽ നല്ല വ്യൂ അല്ലെ, നല്ല എന്താ പറയണ മൂല്യമുള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ മൂല്യത്തോട് കൂടിയിട്ടുള്ള നേതാക്കന്മാരെന്നുള്ള കാഴ്ചപ്പാട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെ അവർ ഇത്തരത്തിലുള്ള പബ്ലിക്കേഷൻസ് ഒക്കെ ലഭ്യമാക്കും, അല്ലെ? അതില് മെമ്പേഴ്സിന്റെ കേസ്, ബർത്ത് ഡേറ്റുകൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ഡെത്ത്, മാരേജ്, പ്രൊമോഷൻസ്, അച്ചീവ്മെന്റ്സ്, അല്ലെ? അങ്ങനെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ? ഇച്ചിരി കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേകളും അതൊക്കെ കൃത്യമായിട്ട് തന്നെ പബ്ലിഷ് ചെയ്ത് ഉൾപ്പെടുത്തും. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് അവരുടെ മെമ്പേഴ്സിന് ഹാപ്പി ആയിരിക്കുമോ? നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ടൈമിലൊക്കെ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ നല്ലൊരു പിക്ചറൊക്കെ ആ മാഗസീനിൽ ഇന്ന് അല്ലെ ഈ ആഴ്ചയിൽ വീക്കിലി ഉള്ള ബർത്ത്ഡേസ് അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറീസ് അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള അല്ലെ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ആശംസകളോട് കൂടിയ കുറെ കാര്യങ്ങളൊക്കെ പിക്ചറോട് കൂടിയൊക്കെ ബുക്ക്ലെറ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്താണ് എല്ലാവർക്കും
അതൊക്കെ ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ? ശരിയായിരിക്കില്ലേ? ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ടെക്നിക്കുകൾ യൂണിയൻ നേതാക്കളും പരിശ്രമിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മെമ്പേഴ്സിന്റെ ഇടയിൽ അല്ലെ നമ്മള് നല്ലവരാണ് അല്ലെ, നല്ല ആക്ടിവിറ്റികൾ ചെയ്യുന്ന വ്യക്തികളാണ് തിരക്കാനായിട്ട് പലതരത്തിലുള്ള അറിവുകൾ പ്രദാനം ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള അല്ലെ വിശേഷ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ എല്ലാവരെയൊക്കെ അവരെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ലഭ്യമാക്കുന്ന വ്യക്തികളാണൊക്കെ വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കും എന്നുള്ളതാണ്. Then last point നോക്കുകയാണെങ്കിൽ research. Okay, updated informations are needed to be collected in a systematic manner in the union. The collected information should then be mutually analyzed for the negotiation process. Okay, almost നമുക്കറിയാം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. റിസർച്ച് അല്ലെ, ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിലേക്ക് അല്ലെ ഇന്ന ടൈമിൽ ഇന്ന നെക്സ്റ്റ് ഇയറിൽ പ്രൊമോഷൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സാലറി ഇൻക്രിമെന്റ് ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകേണ്ട ടൈം ആയിട്ടുണ്ട്, ഇന്ന ഇൻഷുറൻസുകളൊക്കെ അല്ലെ നിങ്ങൾക്ക് വേണമെങ്കിൽ PF ലോൺ ഒക്കെ എടുക്കാം, അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അല്ലെ അവരുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള രീതികളിലൊക്കെ അവിടെയുള്ള മെമ്പേഴ്സിന് അവരുടെ അല്ലെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള കുറെ കോംപ്ലിമെന്റുകളൊക്കെ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് അത് സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് ട്രേഡ് യൂണിയനുകൾ ലഭ്യമാക്കാറുണ്ട്. The collected information should then mutually analyzed for the negotiation process. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവരെന്താണ് ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഓരോ വ്യക്തികളുടെയും ആ ഒരു മിനിറ്റിലൊക്കെ റിപ്പോർട്ടിലൊക്കെ ഉൾപ്പെടുത്തി ചർച്ചകളിലൊക്കെ ഉൾപ്പെടുത്തും. Then union leaders must know about the productivity of its members and the wages of practices that are prevalent in their industry as well as other industries of a similar nature. Okay. നമുക്കറിയാം ഇതേപോലെ തന്നെ അല്ലെ ഒരേപോലെയുള്ള കമ്പനിയൊക്കെ ആണെങ്കിൽ ഈ മറ്റു ഇൻഡസ്ട്രികളിൽ ലഭ്യമാകുന്ന കുറെ കാര്യങ്ങൾ അല്ലെ അവിടെ ഇത്രയും ഉത്പാദനക്ഷമതമായിട്ടുള്ള മെമ്പേഴ്സിന് അവർക്ക് അർഹിക്കുന്ന പല കാര്യങ്ങളും മറ്റു കമ്പനികള് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് കൂടി ലഭ്യമാക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിലൊക്കെ അവതരിപ്പിച്ച് തീർച്ചയായിട്ടും ചർച്ചകളിലൊക്കെ ഉൾപ്പെടുത്തി അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നു. Then they need this knowledge in order to put forward the demands of a wage increase for workers. തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് അവതരിപ്പിക്കുമ്പോൾ എന്താണ് അവിടെ ചർച്ച ചെയ്ത് അവർക്ക് അല്ലെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിന് അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. Most of the unions conduct their own homework in this aspect by considering the practical aspects, especially the day-to-day workplace issues, etc. തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ ദിവസവും ഉണ്ടാവുന്ന ഇഷ്യൂസുകൾ അതൊക്കെ അല്ലെങ്കിൽ പ്രാക്ടിക്കലി അവര് ചിന്തിച്ചല്ലേ ഓരോന്നും നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് ഉള്ളത് ഈ ഇന്നോവേറ്റീവായ കാലഘട്ടങ്ങൾ മാറി മറഞ്ഞു വരും അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ അവര് അത് കൈകാര്യം ചെയ്തിരിക്കും. ഹോംവർക്ക് പോലെ അതിങ്ങനെ കൃത്യമായിട്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അല്ലെ. പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അവിടെ ആ ഒരു യൂണിയൻ അല്ലെ എംപ്ലോയീസിന്റെ ഇടയിൽ നല്ല മൂല്യമുള്ള ഒരു യൂണിയൻ ലീഡേഴ്സ് ഒക്കെ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതൊക്കെ അവരെ ശ്രദ്ധയോട് നിരീക്ഷിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ റിസർച്ച് എന്ന് പറയുമ്പോൾ ഗവേഷണം അല്ലെ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയാം മറ്റു കമ്പനികളൊക്കെ എന്താണ് പ്രദാനം ചെയ്തു കൊടുക്കുന്നത് അതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് മീറ്റിൽ അവതരിപ്പിക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഗവേഷണം നടത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി ആയിട്ടാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും യൂണിയൻ നേതാക്കള് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ക്ലിയറാണോ? റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻസ് ജസ്റ്റ് വായിച്ചു നോക്കുക. നമ്മൾ എല്ലാ പോയിന്റ്സും എടുത്ത് കഴിഞ്ഞു.
അപ്പൊ ഇനി ഓക്കെയല്ലേ? ക്ലിയർ അല്ലേ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം, ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻ. നമ്മളിപ്പോ യൂണിയന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള യൂണിയനുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള യൂണിയനുകളാണ് ഉള്ളതെന്ന് നമ്മൾ നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ഫോളോയിങ് ബേസിസ്. ഇവിടെ ട്രേഡ് യൂണിയന്റെ വ്യത്യസ്ത തരത്തിലുള്ള ട്രേഡ് യൂണിയന്റെ ഒരു വലിയ ചാർട്ട് കാണിച്ചിട്ടുണ്ട്. അതില് രണ്ട് മെയിൻ കാറ്റഗറി ഇവിടെ വിവരിക്കുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് എ പർപ്പസ്, ഓൺ ദ ബേസിസ് ഓഫ് എ മെമ്പർഷിപ്പ് സ്ട്രക്ചർ. ഓക്കെ, അതായത് ഓരോ യൂണിയനുകളും അവരുടെ മെമ്പർഷിപ്പ് അല്ലെ, അവരുടെ ആ ഒരു ഏത് തരത്തിലുള്ള യൂണിയനാണ് അതിനനുസരിച്ചിട്ടുള്ള മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള യൂണിയനുകളാണത്. ഫാക്ടറി യൂണിയൻ, ഇൻഡസ്ട്രിയൽ യൂണിയൻ, സ്റ്റാഫ് യൂണിയൻ, ജനറൽ യൂണിയൻ അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള അവരുടെ ആ ഒരു ജോലി സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള ഒരു മെമ്പർഷിപ്പാണ് ഇത് വരുന്നത്. ഇതിനെവിടെയാണെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് അല്ലെ, ഓരോ തൊഴിലാളികളുടെയും ഉദ്ദേശത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഡീവിയേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ട് ഡീവിയേഷൻ ഇവിടെ കാണിച്ചിട്ടില്ല, റിഫോമിസ്റ്റ് യൂണിയൻ ആൻഡ് റവല്യൂഷണറി യൂണിയൻ. അതായത് തീർച്ചയായിട്ടും നമുക്കറിയാം പരിഷ്കൃത യൂണിയനുകൾ, അതേപോലെ തന്നെ റവല്യൂഷണറി യൂണിയൻ. റവല്യൂഷണറി എന്ന് പറയുന്നത് എന്തായിരിക്കും? വിപ്ലവാത്മകമായ രീതിയിലുള്ള യൂണിയൻ. ചില യൂണിയൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിപ്ലവം സൃഷ്ടിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ചിലതൊക്കെ ഭയങ്കര സ്ട്രൈക്കിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നേടിക്കൊടുക്കുന്ന ഒരു ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും റവല്യൂഷണറി അല്ലെ നീക്കങ്ങളായിരിക്കും അവർ നടപ്പാക്കി കൊണ്ടുവരുന്നത്. റിഫോർമിസ്റ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ പരിഷ്കൃതമായിട്ടുള്ള രീതിയിലായിരിക്കും അവരുടേതായിട്ടുള്ള ഉദ്ദേശങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നത്. അപ്പൊ മെയിൻ കാറ്റഗറി മനസ്സിലാക്കുക. ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്, ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസില് റിഫോമിസ്റ്റ് യൂണിയനുകളും റവല്യൂഷണറി യൂണിയനുകളും ഉണ്ട്. ഈ ഒരു ചാർട്ട് മസ്റ്റായിട്ട് പഠിക്കണമല്ലോ, കാരണം അത് ഇതിൽ പെടുന്നു, ഇതിൽ പെടാത്തത് ഇത് അല്ലെ ഓരോന്നാമത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ആ കാറ്റഗറി തന്നെ മനസ്സിലാക്കി പഠിക്കുക. ട്രേഡ് യൂണിയനിലെ മൊത്തത്തിന് രണ്ടായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്, ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ. ഓക്കെ അല്ലേ? അത് രണ്ടും ഓക്കെ അല്ലേ? ട്രേഡ് യൂണിയനെ മൊത്തത്തിൽ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്, ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ. ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ ആണെങ്കിൽ അതിന്റെ ഘടനയനുസരിച്ചിട്ട്, ആ തൊഴിലിന്റെ ഘടനയനുസരിച്ചിട്ടാണ് അവിടെ യൂണിയനുകളെ വിഭാഗിച്ചിരിക്കുന്നത്. ഫാക്ടറി യൂണിയൻ, ഇൻഡസ്ട്രിയൽ യൂണിയൻ, സ്റ്റാഫ് യൂണിയൻ, ജനറൽ യൂണിയൻ. പ്രത്യേകിച്ചൊന്നും ഇതിന്റെ ഉള്ളില് എന്താണ് മൊത്തം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് ആ ഒരു ഹെഡിങ്സ് പക്ഷെ മസ്റ്റായിട്ട് പഠിക്കുന്നത് ഈ ഒരു ചാർട്ടിൽ നിന്ന് തന്നെ എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാർട്ട് കൃത്യമായിട്ട് തന്നെ മനസ്സിൽ പഠിപ്പിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ ആണെങ്കിൽ പെടുന്നതാണ് ഫാക്ടറി യൂണിയൻ, ഇൻഡസ്ട്രിയൽ യൂണിയൻ, സ്റ്റാഫ് യൂണിയൻ, ജനറൽ യൂണിയൻ. ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് ആണെങ്കിൽ റിഫോമിസ്റ്റ് യൂണിയനും റവല്യൂഷണറി യൂണിയൻ. എന്താണ് അതില് പ്രധാനമായിട്ടും റിഫോമിസ്റ്റ് യൂണിയൻ ആണെങ്കിൽ അതിൽ രണ്ടുപേര് പെടുന്നുണ്ട്. ഒന്ന് ബിസിനസ് യൂണിയൻ, രണ്ട് അപ്ലിഫ്റ്റ് ഓർ ഫ്രണ്ട്ലി യൂണിയൻ. അതേമാതിരി തന്നെ റവല്യൂഷണറി യൂണിയനിൽ 4 ഭാഗങ്ങളുണ്ട്. അതിൽ പെടുന്നത് അനാർക്കിസ്റ്റ് യൂണിയൻ, പൊളിറ്റിക്കൽ യൂണിയൻ, പ്രീഡിക്ടറി യൂണിയൻ, ഡിപെൻഡന്റ് യൂണിയൻ. അങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്തിന്? റവല്യൂഷണറി യൂണിയൻ. ആ ചാർട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ക്ലിയർ പിക്ചർ ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ബേസിസ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ, ഫാക്ടറി, ഇൻഡസ്ട്രിയൽ, സ്റ്റാഫ്, ജനറൽ യൂണിയൻ. On the basis of purpose ആണെങ്കിൽ റവല്യൂഷണറി യൂണിയൻ ആൻഡ് റിഫോമിസ്റ്റ് യൂണിയൻ. റിഫോമിസ്റ്റ് യൂണിയനിൽ രണ്ടെണ്ണം, ബിസിനസ് യൂണിയൻ, അപ്ലിഫ്റ്റ് ഫ്രണ്ട്ലി യൂണിയൻ, then revolutionary union, anarchist union, political union, predatory union and dependent union. ആദ്യത്തെ ഒരു ഭാഗം നോക്കാമല്ലോ. അതായത് റിഫോമിസ്റ്റ് യൂണിയനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഇവിടെ റിഫോമിസ്റ്റ് യൂണിയനും റവല്യൂഷണറി യൂണിയൻ. ഈ റിഫോമിസ്റ്റ് യൂണിയനിലെ രണ്ടെണ്ണം പെടുന്നുണ്ട്, ബിസിനസ് യൂണിയൻ ആൻഡ് അപ്ലിഫ്റ്റ് ഫ്രണ്ട്ലി യൂണിയൻ.
നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്. According to the various purposes that they serve, trade unions can be of the following types. അതായത് ഈ ഒരു പർപ്പസിന്റെ ബേസിൽ രണ്ടായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. റിഫോംസ് യൂണിയൻസ് ആൻഡ് റവല്യൂഷണറി യൂണിയൻസ്. അല്ല, റിഫോംസ് യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? The main aim of a reformist union is to preserve the capitalist economy and maintain such type of employee relations that can lead to competitive production. This union also prefer to carry on the prevalent political, economic and social framework. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ മുതലാളിത്ത വ്യവസ്ഥ അല്ലെ, അതാണ് കൂടുതലായിട്ടും ഈ ഒരു യൂണിയന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്. അതായത് മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അവിടെ എംപ്ലോയർക്ക് വേണ്ടിയിട്ടും കൂടി അല്ലെ, അവരെ വെറുപ്പിക്കാതെ തന്നെ തീരുമാനങ്ങൾ എടുത്തു പോകാനായിട്ടാണ് മോസ്റ്റ്ലി അവർ ശ്രമിക്കുന്നത്. റിഫോമിസ്റ്റ് യൂണിയൻ അല്ലെ, റിഫോമിസ്റ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ ദ മെയിൻ എയിം ഓഫ് റിഫോമിസ്റ്റ് യൂണിയൻ ഇസ് ടു പ്രിസർവ് ദ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആൻഡ് ടു മെയിൻറ്റെയിൻ സച്ച് ടൈപ്പ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ്. അങ്ങനെ എംപ്ലോയീസിനോട് നല്ലൊരു ബന്ധമൊക്കെ സ്ഥാപിച്ചത്. തീർച്ചയായിട്ടും തൊഴിലുടമയെ വെറുപ്പിക്കാനായിട്ട് അവർക്ക് ഇല്ല അല്ലെ, അവരുടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ആയിരിക്കും അവിടെ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ദെൻ എന്താ നമുക്കറിയാം, ഈ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ടൈമിലൊക്കെ അല്ലെ തൊഴിലുടമയോട് കൂടി ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ ഉണ്ടാവാം. അപ്പൊ മത്സരാധിഷ്ഠിതമായിട്ടുള്ള കാലഘട്ടത്തിൽ തൊഴിലുടമയോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണ് റിഫോംസ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത്. These unions also prefer to carry on the prevalent political, economic and social framework. തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഒരു അല്ലെ ഒരു പ്രാധാന്യം അതിനുള്ള മുൻകരുതലുകൾ എടുത്തിട്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. These unions have further been divided into two subgroups. രണ്ട് ഗ്രൂപ്പുകളായിട്ട് റിഫോംസ്റ്റ് യൂണിയനിലെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ബിസിനസ് യൂണിയൻസ്, ദെൻ സെക്കൻഡ് വൺ ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ്. ഓക്കെ, അവിടെ ബിസിനസ് യൂണിയൻസ് എന്താ പറയുന്നത് നോക്കാം. Such unions are set up in such an atmosphere where employee or employer relations are harmonized. തീർച്ചയായിട്ടും തൊഴിലാളികൾ തമ്മിൽ നല്ല ഒരു ഐക്യത്തോട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. These unions in collective bargaining with employers in order to safeguard in the interest of employees. തീർച്ചയായിട്ടും എംപ്ലോയിയുടെ ഇൻട്രസ്റ്റ് താല്പര്യങ്ങളെല്ലാം തന്നെ തൊഴിലുടമയോട് അല്ലെ ഒരു വിലപേശി മേടിക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുക. അതാണ് ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യും. എന്താണ് is laid on a craft rather than caste. These union give a greater preference to those negotiations and settlements which are voluntary instead of those which are എന്താണ് reluctant in nature. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എന്താണ് മനസ്സോടെയുള്ള ഒരു രീതിയിലായിരിക്കും അവര് തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതായത് തൊഴിലുടമയെ വിഷമിപ്പിക്കാനായിട്ട് അവർ താല്പര്യമില്ല അല്ലെ. Emphasis on a laid on craft rather than class. These unions give a greater preference of those negotiations and settlements which are voluntarily instead of those which are active nature. അല്ലെ, അവിടെ എന്താണ് മനസ്സോടെ തന്നെ ഒരു താല്പര്യം അവിടെ തൊഴിലുടമയ്ക്ക് സപ്പോർട്ടായിട്ട് തൊഴിലാളിക്ക് സപ്പോർട്ടായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്കറിയാം തൊഴിലാളിക്ക് വേണ്ടിയിട്ട് മാത്രം ബാധിക്കുന്ന ഒരു നേച്ചർ അല്ല ഈ ബിസിനസ് യൂണിയനിൽ പ്രധാനമായിട്ട് വരുന്നത്. കാരണം നമുക്കറിയാം ഈ യൂണിയൻ പ്രധാനമായിട്ടും ഒരു മുതലാളിത്ത വ്യവസ്ഥ ഫോളോ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന യൂണിയനാണ്. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു യൂണിയന്റെ നേച്ചർ ആയിരിക്കും ഇവിടെ പ്രകടമാകുന്നത്. നോക്കാം റിഫോമിസ്റ്റ് യൂണിയൻ. റിഫോമിസ്റ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ തീർച്ചയായിട്ടും എന്താണ് പറയുന്നത്, the main aim of reformist unions to preserve the capitalist economy. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിഫോമിസ്റ്റ് യൂണിയനുകൾ പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്. അതിന്റെ രണ്ട് കാറ്റഗറി ജസ്റ്റ് നോക്കാം, ബിസിനസ് യൂണിയൻ ആൻഡ് ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻ. നമ്മൾ ജസ്റ്റ് ബിസിനസ് യൂണിയൻ എന്ന് പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. എടുത്തു പോയാൽ നിങ്ങൾക്ക് ഒരു അൺമ്യൂട്ട് ആക്കി തരുന്ന ടൈം ഇല്ലാതെ പോകും. ഓക്കെ, 2 മിനിറ്റ് അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ബിസിനസ് യൂണിയൻ വരെയാണ് നമ്മൾ നിർത്തിയത്.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടുകളൊന്നുമില്ല. ഓക്കെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.